ഓക്കെ. ഇന്ന് നമുക്ക് ഞാനിപ്പോ പോയിട്ട് സെറ്റ് വെച്ചിരിക്കുന്ന വീഡിയോയിൽ തന്നെയാണ്. ഇന്ന് നമുക്കൊരു തുറക്കുന്ന അലമാര ഒരു ഷെൽഫ് ഓക്കെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഇത്രയും നാളെ നമ്മൾ ഒരു സെറ്റ് ഡെസ്ക് ബെഞ്ച് സാധനങ്ങൾ മൂവ്മെന്റ്സ് ഇല്ല. അപ്പോൾ മുഴുവനോടെ നീക്കി വെക്കുന്ന സാധനങ്ങളായിട്ട് പിന്നെ അത് പാർട്സിനെ നീക്കി വെക്കുന്ന നമ്മൾ ഡിസൈൻ ചെയ്യും. അതെങ്ങനെയാണ് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ബോക്സ് എടുത്ത് ആറടിച്ച് ഞാനതിന് വേണ്ട സൈസിലേക്ക് ഞാനതിനെ ഉദാഹരണം നമുക്കൊരു ഇന്റീരിയർ വർക്ക് വരുവാണ്. ഒരു വീടിന്റെ ഇന്റീരിയർ മോഡിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ റൂം നിൽക്കുന്നത് മോഡിഫൈ ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് വേണ്ട അലമാരി ഏത് ടൈപ്പിലായിരിക്കും മോഡൽ ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വന്നു എന്ത് ചെയ്യുന്നു, മോഡലുകാരൻ ഉദ്ദേശിച്ചുള്ള സാധനം നിങ്ങൾ കൈകൊണ്ട് വരച്ചിട്ട് ആ സാധനം നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാനിവിടെ ഒന്ന് ഒരു എക്സ്ക്ലൂഡ് കൊടുത്ത് ഓഫ്സെറ്റ് വാല്യൂ ഇത് ചെയ്യുന്നു. ഓഫ്സെറ്റ് വാല്യൂവിന്റെ തിക്നെസ് ഒന്ന് കൂട്ടി കൊടുക്കും. ഞാനിവിടെ 0.2 ആണ് കൊടുത്തത്. എനിക്ക് ഈ തിക്നെസ് ചെയ്തത് തടിയുടെ തിക്നെസ് അല്ലേ 0.2 ആണ് കൊടുത്തേക്കുന്നത്. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് ടെസ്റ്റ് കൊടുത്തിട്ട് തിക്നെസ് വാല്യൂ എന്തായി നിങ്ങൾ നോക്കുക, ഒരു ആക്റ്റീവായി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു അലമാര, ഒരു സ്റ്റീലിന്റെ അലമാരയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റീലിന്റെ അലമാരയൊക്കെ വീട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അലമാരയാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യണം, ഒബ്ജക്ട് മോഡിലേക്ക് പോയതിനു ശേഷം ഇൻസെർട്ട് അടിച്ചിട്ട് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ഓൺ ആക്കിയിട്ട് 6 എടുത്ത് അതൊന്ന് ഓക്കെ, ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ ഇന്നത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് നമ്മളെ വരുമാനം നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യേണ്ട സ്ഥലമാണ് അത് അല്ലേ. ഇപ്പൊ ചില അലമാരിക്കകത്ത് ഫുള്ള് ആയിരിക്കും, ചിലരൊക്കെ രണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലേഡീസിന് ബോയ്സിന്റെ വിടാനുള്ള രീതിയിൽ പാർട്ടീഷൻ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാവുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെലക്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഷർട്ട് കൊടുത്ത് ചുരിദാറ് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അതായത് സെറ്റ് ചെയ്ത് വെച്ചു ആ രീതിയിലേക്ക് മോഡിഫൈ. ജസ്റ്റ് ഞാൻ ചെയ്തു ഈ ഫേസിനെ ഓക്കെ, ഈ ഫേസിനെ ഡിലീറ്റ് ചെയ്തു, ഈ ഫേസിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ ഈ എഡ്ജിനെ എടുത്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ എഡ്ജിനെ നമുക്ക് പ്രിന്റ് കൊടുക്കും. ഇപ്പൊ എന്തായി ഇവിടെ അല്ലേ, ഈ അടിയിലത്തെ എഡ്ജ് പ്രിന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അടുത്തത് അത് ജസ്റ്റ് ഈ എഡ്ജും ഈ എഡ്ജോടെ കൂടിയിട്ട് പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ ഫോളോ ചെയ്യും, ഈ എഡ്ജോടെ കൂടിയിട്ട് ഒന്ന് ചിന്തിച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പൊ എന്തായി വീണ്ടും അല്ലേ. ഇപ്പൊ മുമ്പ് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ചെയ്തു മോഡിൽ പോയിട്ട് വീണ്ടും സെറ്റ് കൊടുക്കും. ഇവിടെ കഴിഞ്ഞിട്ടു 6 എടുത്ത് ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്ട് മോഡിലേക്ക് വന്നതിന് ശേഷം ഈ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഈ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഈ ഫേസിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ എഡ്ജോടെ എടുക്കുക.
ഈ എഴുത്ത് ഈ എഴുത്തിനെ ഒഴിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇതും ഇവിടെ പോയിട്ട് അപ്പൊ എന്തായി, ഒരറ അവിടെ സെറ്റായിരുന്നു അല്ലേ? അല്ലേ? അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും ഇതിന്റെ അകത്ത് 3 പാർട്ടീഷൻ ഉണ്ട്. ഈ 2 പാർട്ടീഷൻ, ഒന്ന് മേലും ഒന്ന് താഴെ ഷർട്ട് ഹോൾഡ് ചെയ്യാനും ഇവിടെ ഒരിടത്ത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ വന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ഇൻസേർട്ട് ചെയ്തു. ആ വിട്ട് ഫീൽ ചെയ്ത് സെന്ററിലേക്ക്. ഓക്കെ, ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഫേസ് എടുത്ത് ഡിലീറ്റ് കൊടുത്തു, ഡിലീറ്റ് കൊടുത്തു, ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എഡ്ജസ് എടുത്തിട്ട് ബ്രിഡ്ജ് എന്തോ ഇല്ല, ബ്രിഡ്ജ് കൺഫ്യൂഷനാണ്. ബ്രിഡ്ജ് ഓക്കെ, അപ്പൊ എന്തായി, നമുക്ക് ഇവിടെ ഹോളായി, ഇവിടെ ഇതായി. ഓക്കെ, ശരിയല്ലേ? അപ്പൊ 2 ഹോൾ ഇവിടെ ഉണ്ട്. ഇനി എനിക്ക് എന്താ, ഇവിടുന്ന് ഇങ്ങനെ വലിക്കുന്ന ഒരു ഡ്രോ, ഫുൾ ലെങ്തിലല്ല, രണ്ട് ഡ്രോ ആയിട്ട് ഇരിക്കണം. ഇനി വെച്ചിട്ട് ഏത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ഞാൻ ഇൻസേർട്ട് എടുത്തിട്ട് ഇട്ടു, 6 ഇഞ്ച് സ്കെയിൽ ചെയ്ത് ഡബ്ല്യു എഫ് എടുത്ത് ഏകദേശം ഇവിടെ ആ വലിപ്പത്തിൽ ഒരു ഡ്രോ, ഇങ്ങനെ വലിച്ചു തുറക്കാവുന്ന ഒരു ഡ്രോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് മോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, ഈ സ്പേസ് നടുക്കത്തെ ഒരു എക്സ്ക്യൂഡ് കൊടുത്ത് എന്ത് ചെയ്യണം, ഡബ്ല്യു ചെയ്ത് സൈഡിൽ പോവുക. ഈ പോർഷൻ ആ എഡ്ജ് വരെയാണ് നമ്മൾ 4 അടി കാണുന്നത്. കറക്റ്റ് എഡ്ജ് ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ഈ പേജ് നീക്കി കയറാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജി അടിച്ചാൽ മതി. ഓക്കെ, ജി അടിച്ചു, അവിടെ ഒരു പാർട്ടീഷൻ കിട്ടി. ഇവിടെ അതുപോലെ തന്നെ ഫേസ് എടുത്തു, ഡിലീറ്റ് കൊടുത്തു, ഈ ഫേസ് എടുത്തു, ഡിലീറ്റ് കൊടുത്തു, ഈ ഫേസ് എടുത്തു, ഡിലീറ്റ് കൊടുത്തു, എഡ്ജസ് എടുത്ത് ജസ്റ്റ് ഈ എഡ്ജ്, ഈ എഡ്ജ്, എഡ്ജ്. ഇവിടുത്തെ ബ്രിഡ്ജ് വേണം. അതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫേസ് എടുക്കുക, ഡിലീറ്റ് ചെയ്യുക, ബ്രിഡ്ജ് ഓക്കെ. അപ്പൊ അവിടെ ഒരു ഹോളായി, പാർട്ടീഷൻ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഹോളായിട്ടുണ്ട്, ഇവിടെ ഒരു തട്ടോടെ ഫുൾ ലെങ്തില് ഒരു തട്ട് കിട്ടും. ഓക്കെ, അതായത് ഇതുപോലെ ഒരു തട്ട് ഈ പാർട്ടീഷൻ. അതിന് വേണ്ടി ഇൻസേർട്ട് എടുത്ത് ജസ്റ്റ് കൊടുത്തു, 6 എടുത്ത് ഫേസ് എടുത്തു,